വീട്ടിലെത്തിയ സന്തോഷം കണ്ട. ഈ വീട്ടിലത്തെ ബാക്കത്തെ വഴി കൂടെ പോണത്, നമ്മള് പറമ്പിലൂടെ ഒക്കെ പോകണം. റെഡി, 2 വർഷത്തിന് ശേഷം നമ്മൾ ഇന്ന് നാട്ടിലേക്ക് പോവാണ്. വെയിറ്റ് ഫോർ അവർ ഫസ്റ്റ് സർപ്രൈസ്. സന്തോഷായോ? Excited to see your sister. ഏകദേശം വീടിന്റെ അടുത്ത് എത്താനായിക്കണ്. കിട്ടി 2 പാർസലുണ്ട്. നോക്കടാ, ഇങ്ങോട്ട് നോക്കടാ. വേറെ ഒന്നും ചെയ്യാനില്ല. കൺവിൻസ് ചെയ്തിട്ട് വിളിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഒരു വീട്ടിലോട്ട് കയറി നമുക്ക് ഇനി കൂടി പോകണം. നമ്മളെങ്ങോട്ടാ പോണത്? ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ബീങ് ഇൻ ജർമ്മനി. 2 വർഷത്തിന് ശേഷം നമ്മൾ ഇന്ന് നാട്ടിലേക്ക് പോവാണ്. സോ ഇപ്രാവശ്യം നമുക്ക് ഒരുപാട് പേരെ സർപ്രൈസ് ചെയ്യാനുണ്ട്. ഒരാൾക്ക് പോലും അറിയില്ല നമ്മൾ വരുന്നുണ്ടെന്നോ, നമ്മളൊരു ക്ലൂ പോലും കൊടുത്തില്ല, ആർക്കും അറിയില്ല. ഒരു വലിയൊരു സർപ്രൈസിങ് ലോങ് വീഡിയോ ആയിരിക്കും. ഇത് ഫുള്ള് കാണുക, നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടാവും എന്നുള്ളത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പാടാതിരിക്കട്ടെ. അതെ, എല്ലാവരും ചോദിച്ചു തുടങ്ങിയാണ് 2 വർഷമായില്ലേ, വരാനായില്ലേ എന്നൊക്കെ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിലാണ്. മൊത്തം 10 മണിക്കൂർ ട്രാവൽ ഉണ്ട്. ഭയങ്കര ലോങ് ജേർണിയാണ്. ശരി, ടാറ്റ. അപ്പൊ ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങളുടെ അടുത്തിരിക്കുന്ന ഈ ഒരു പുള്ളിക്കാരൻ ഞങ്ങളുടെ ജേർണിയിൽ ഒരു ഭാഗമായിരിക്കും എന്നുള്ളത്. അപ്പൊ ഇതാണ് ഒലാഫ് അപ്പൂപ്പൻ. ആള് നമ്മുടെ കൊച്ചിയും തേക്കടിയും മൂന്നാറൊക്കെ കാണാൻ വേണ്ടിയിട്ട് ജർമ്മനിയിൽ നിന്ന് 1 മാസത്തേക്ക് നാട്ടിലേക്ക് വരികയാണ് കേട്ടോ. അൺഎക്സ്പെക്ടഡ്ലി ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ടതാണെങ്കിലും ഞങ്ങൾ നല്ല കമ്പനിയായി. അപ്പൊ ഇനിയുള്ള നമ്മുടെ ജേർണിയിലെ കുറച്ച് ഭാഗം നമ്മുടെ ഒലാഫ് അപ്പൂപ്പനും കൂടെ ഉണ്ടാവും. അപ്പൊ നമ്മൾ കൊച്ചി എത്തി. എല്ലാം സെറ്റല്ലേ? വണ്ടി കിട്ടി, ഇനി നമ്മൾ പോകാം. അങ്ങനെ നമുക്ക് വണ്ടി കിട്ടി. ഇനി നമ്മൾ എങ്ങോട്ടാ പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കണം. ആദ്യം തന്നെ എന്ത് കഴിക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞങ്ങൾ രണ്ടാളും. ഞങ്ങൾ രണ്ടുപേരും പറയുന്നത് എന്താണോ അത് കഴിക്കുന്നതാണോ ഒലാഫ് അപ്പൂപ്പനും പറയുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഫുഡ് ഒലാഫ് അപ്പൂപ്പന് വാങ്ങിച്ചു കൊടുക്കണം. ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, ഇതുവരെ സൗത്ത് ഇന്ത്യൻ ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഞങ്ങൾക്ക്. ഒരുപാട് മിസ് ചെയ്തു ശരിക്കും നാട്. അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് എക്സൈറ്റ്മെന്റും ഉണ്ട്. എന്താ പറയണ്ടെന്ന് അറിയില്ല. എന്താണ് പരിപാടി, എങ്ങനെയാണ് ഇതൊക്കെ എന്നൊന്നും ഒരു ഐഡിയ ഇല്ലാതെയാണ് നമ്മൾ കയറി വന്നേക്കണത്. സഡൻ പ്ലാൻ ഇട്ടിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും നടത്തുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയത് കൊച്ചിയിലുള്ള അരിപ്പയിലേക്കാണ്. അപ്പൊ ആദ്യം തന്നെ ഞങ്ങൾ പറഞ്ഞത് സദ്യ ആയിരുന്നു. കേരളത്തിലുള്ള ഫുഡിനെ കുറിച്ചിട്ടൊക്കെ ഓൾറെഡി റിസർച്ച് ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സദ്യ കഴിക്കണം എന്നുള്ളത് പുള്ളിക്കാരന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഓൾറെഡി ഉള്ള ഒരു സംഭവമായിരുന്നു. പുള്ളിക്കാരൻ ഇതുവരെ കൈകൊണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ഫുഡ് കൈകൊണ്ട് എങ്ങനെയാണ് കഴിക്കുന്നത് എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് ആൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. I have to push it or you can push it. Yeah, perfect. Yeah, you can take it. Yeah. How is the food? Top. ആൾക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ഹോസ്റ്റൽസിൽ നിൽക്കാനാണ്. അതുകൊണ്ട് കൊച്ചിയിലുള്ള ഹോസ്റ്റലിൽ ഓൾറെഡി സ്റ്റേ ബുക്ക് ചെയ്തിട്ടാണ് ആള് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഹലോ എവറിബഡി, ഒന്നും കൂടെ ഇന്ന് നെക്സ്റ്റ് ഡേ ആയി. ഇന്ന് മുതൽ തുടങ്ങാണ്. ആദ്യത്തെ ആള് ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതെ, ഐഷ. ആളിവിടെ തന്നെയാണ്, കാക്കനാടാണ് വീട്. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് അവളെന്ന് തന്നെ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. അവളെ കണ്ടിട്ട് കുറെ കാലായി. അവൾക്ക് മാത്രമേ അറിയാത്തുള്ളൂ നമ്മൾ വരുന്നത്. അവളുടെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും പിന്നെ അനിയനൊക്കെ അറിയാം. അവളുടെ അനിയനെ വിളിച്ചിട്ടാണ് ഫുള്ള് സെറ്റ് ചെയ്തത്. ഫസ്റ്റ് ഡേ ഓഫ് നാട്ടിലെ ചുറ്റിക്കറങ്ങം അതാണ് ഇന്ന്. നമുക്ക് പോയി നോക്കാം. സോ വെയിറ്റ് ഫോർ അവർ ഫസ്റ്റ് സർപ്രൈസ്. നേരെ പോയിട്ട് ആ റൈറ്റ് ടൈൽസ് റൈറ്റാ? അതല്ലേ? നമ്മളെങ്ങനെ ഫ്ലാറ്റിലെത്തി നമുക്ക് അറിയാം. Are you excited? Of course, very excited. ആശൻ ഇതാണ് ആശൻ. നോക്കടാ, ഇങ്ങോട്ട് നോക്കടാ.
അങ്ങനെ നമ്മൾ ഐഷനെ സർപ്രൈസ് ചെയ്തു. നമ്മുടെ ഫസ്റ്റ് കാര്യം സംഭവിച്ചു. ആള് അധികം സർപ്രൈസ് ആയിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാല് ഓൾറെഡി കുറച്ചൊരു ക്ലൂ ഉണ്ടായിരുന്നു ആൾക്ക്. അപ്പൊ അവളൊരു പ്രതീക്ഷയിലായിരുന്നു ഓൾറെഡി നിന്നത് ഞങ്ങളായിരിക്കുന്നു. ഹലോ എവ്രിവൺ, അപ്പൊ നമ്മൾ ഇന്ന് കൊച്ചി വിടുകയാണ്. നമ്മൾ ഇനി തൃശ്ശൂർക്കാണ് പോണത്. നമ്മുടെ അളിയൻ ഉസ്മാക്ക ആൻഡ് എന്റെ സിസ്റ്റർ റാണിത്ത. ആക്ച്വലി എന്താന്ന് വെച്ചാല് അവർക്ക് അറിയാം നമ്മൾ വരുമ്പോ എന്തായാലും സർപ്രൈസ് ചെയ്തിട്ടേ വരുള്ളൂ. വിളിക്കുമ്പോ പറയാറുണ്ട്, പറഞ്ഞിട്ടൊക്കെ വരണം കേട്ടോ. നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളുണ്ട്, നമ്മുടെ നെക്സ്റ്റ് അളിയൻ റീഖാൻക. കുവൈറ്റിലാണുള്ളത്. അപ്പൊ ആൾക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ എത്താൻ പറ്റിയില്ല. പുള്ളിക്കാരനാണ് ഇത് കംപ്ലീറ്റ് ഓർഗനൈസ് ചെയ്യുന്നത്. പുള്ളിക്കാരൻ വിളിച്ചിട്ട് ഉസ്മാനികളെ പുറത്തിറക്കാനുള്ള പരിപാടിയിലാണ്. മൂപ്പരും വളരെയധികം എക്സൈറ്റഡ് ആണ്. ഞങ്ങളെ പോലെ തന്നെ ഞങ്ങളെക്കാൾ കൂടുതൽ എക്സൈറ്റഡ് ആണ് റീഖാൻക. റീഖാൻകാരെ വിളിച്ചിട്ട് നമുക്ക് കോർഡിനേറ്റ് ചെയ്യാം. എന്തൊക്കെയാണ് മൂപ്പര് പ്ലാൻ എന്നൊക്കെ ചോദിച്ചു നോക്കാം. ഇങ്ങനൊരു സാധനം നമ്മള് ഫ്രണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്, അപ്പൊ സാധനം ഏൽപ്പിക്കാൻ വേണ്ടിട്ട്. അപ്പൊ എന്നോട് അല്ല അത് ഷോപ്പിൽ ഏൽപ്പിച്ചാ പറയാ ആളുണ്ടെന്ന് പറഞ്ഞേ. അപ്പൊ അങ്ങനെയാണല്ലേ അതിന് ഉസ്മാൻ തൃശ്ശൂരല്ല ഉള്ളതെന്ന് പറഞ്ഞിട്ടാ. അപ്പൊ ഞാൻ ആകെ ചടിച്ചുപോയി. അപ്പൊ ചോദിച്ച് തൃശ്ശൂരല്ല, അപ്പൊ എറണാകുളമാണെങ്കിലും ഒക്കെ കുഴപ്പമില്ലല്ലോ. അപ്പൊ എവിടെ ഉള്ളതെന്ന് വെച്ചാ അപ്പൊ തൃശ്ശൂരല്ല, പക്ഷെ ഇതാണ് ഐ മീൻ തൃശ്ശൂർ ടൗണിലല്ല, ആറ്റിങ്ങൽ തന്നെ വടക്കാഞ്ചേരി ഈ ഭാഗത്തുള്ളു. കുറച്ച് ഗേറ്റ് തുറക്കണമെങ്കില് എന്തായാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിന് താത്താൻ എന്നെ വിളിക്കണ്ടോ. ജനലിന്റെ ഉള്ളിൽ കൂടെ തന്നെ അതിന്റെ സ്പോയിൽ ആവാനോ സാധ്യത. CCTV ഒന്നും വേണ്ട, മോള് നോക്കിയാൽ തന്നെ കാണാലോ ആരാ വരുന്നതൊക്കെ. ഉസ്മാൻക്ക് എന്നെ വിളിക്കണ്ടോ, എന്തോ എമർജൻസി ആണ് വിചാരിച്ചിട്ടുണ്ടോ. ഉസ്മാൻ ഖാനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് 2 കടിയൊക്കെ വാങ്ങിച്ച് ഇരിക്കുകയാണ്. ഇവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. റീഖാൻക അവിടെ നിന്ന് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇവരിങ്ങനെ വിളിച്ച് ഇങ്ങോട്ട് വരും, ഇവിടുന്ന് കളക്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് കുറച്ചൊരു ഓപ്പൺ സ്പേസ് ആണ്, അതുകൊണ്ട് പാളയുള്ള എല്ലാ ചാൻസും ഉണ്ട്. മൂപ്പര് കമ്പനി ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. അപ്പം നടന്നു വരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ സൗകര്യമായി, കുറച്ചൊരു ടൈം കിട്ടും. മൂപ്പരൊന്ന് തിരികെ കിടക്കുമ്പോഴത്തേക്ക് പിന്നെ ബാക്കിലൂടെ പോയിട്ട് സർപ്രൈസ് ചെയ്യും. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്. ഗ്ലാസ് ആക്കുന്നില്ല, അകത്തിട്ട് നിൽക്കുക, വണ്ടി വരക്കണില്ല. അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് കിട്ടി 2 പാർസലുണ്ട്. ഒരു ചെറിയൊരു പോലും എനിക്ക് കിട്ടിയിട്ടില്ല. നമ്മള് അവിടെ വണ്ടി നിർത്തുന്നാണ് വിചാരിച്ചത്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്നു നോക്കുമ്പോ വണ്ടി ഇവിടെയാ നിർത്തിയത്. നടന്നു വരുന്ന അതെ വണ്ടി കൊണ്ട് വന്ന് ഇവിടെ കയറ്റി. അതെ കണ്ടിട്ട് ഫുൾ ഡൗട്ട്. പിന്നെ നിങ്ങളോ ക്യാമറ എടുത്തവിടെ എന്റെ നമ്മുടെ ആളുകളല്ലേ എന്നുള്ളത്. താത്താൻ്റെ അടുത്ത് പോവാണ്. ഉസ്മാനിക്കാണ് ഇനി നമ്മളെ ഗൈഡ്. നമ്മളെന്തായാലും ഇവിടെ ഒരു കേക്കിന്റെ ഷോപ്പ് ഉണ്ട്. അപ്പോൾ ആ കേക്കിന്റെ ഷോപ്പിൽ വെയിറ്റ് ചെയ്യാണ്. നോക്കാം എന്താണ് ഉസ്മാൻക്ക് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യും, അതിനനുസരിച്ച് ബാക്കി പ്ലാൻ ചെയ്യാം. ഉസ്മാൻക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, സെറ്റാണ്. ഇവിടെ ഫ്രണ്ടിൻ്റെ ഒരു പാർട്ടി ഉണ്ട്, ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, അപ്പോൾ പുറത്ത് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റാക്കി കൺവിൻസ് ചെയ്തിട്ട് വിളിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഐ യു എക്സൈറ്റഡ് ടു സീ യുവർ സിസ്റ്റർ? തിരിഞ്ഞ സർപ്രൈസ് ആയോ? അശ്വനാണ് നമ്മുടെ സ്ക്രിപ്റ്റ് മൊത്തം പ്ലാൻ ചെയ്തിട്ടാണ് ഇതിന്റെ ഡയറക്ടർ. അപ്പൊ നമ്മള് അടുത്ത ആളെ സർപ്രൈസ് ചെയ്യാനുള്ള ഓട്ടത്തിലാണ്. മൊത്തം തിരക്ക് പിടിച്ചുള്ള ഒരു ഓട്ടമാണ്. പെട്ടെന്നുള്ളൊരു പ്ലാനിങ് ഒക്കെയാണ്. നേരെ രണ്ടാമത്തെ സിസ്റ്ററിന്റെ അടുത്തേക്ക് പോവാണ്. അങ്ങോട്ടേക്ക് പോയിട്ട് പിന്നെ എന്റെ വീട്ടിലേക്ക് പോകും. അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ ഈ ഒരു സർപ്രൈസിൽ നമ്മള് ഹെൽപ്പ് ചെയ്യണത് റേഖാങ്കയാണ്. എത്രത്തോളം സക്സസ്ഫുൾ ആണെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് പോയി നോക്കാം. അതെ,
ഇവിടെ ഹൈലൈറ്റ് മുന്നത്തെ എൻട്രിയിലല്ല, അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതാ റെന്നിനൊക്കെ അത് ഇറങ്ങി പോണ. അതാ അവിടെ ഉള്ളത്. ഇനി വേണേ അങ്ങോട്ട് നടന്നു പോട്ടോ. ചെലപ്പോ ദൂരെന്ന് കാണും. ഞാൻ മനസ്സിലാവുമെന്ന് വിചാരിച്ചു. അസ്സലാമു അലൈക്കും. സന്തോഷായോ? റെന്നിന് സന്തോഷായോ? പറ്റിച്ചോ? അപ്പൊ നമ്മള് ആമിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആമിയുടെ ഉമ്മാനെ സർപ്രൈസ് ചെയ്യാൻ പോകണം. നമ്മുടെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളുടെ താത്തണ്ട് വഴിയില് നോക്കി അത് താത്ത വന്നോണ്ടിരിക്കുന്നുണ്ട്. ശേഷം സ്ക്രീനിൽ ബോധം കിടുമെന്നുള്ളതാണ് എന്റെ പേടി എന്ന് പറയും. അതിന്റെ അപ്പുറത്താണ് വീട്. നമ്മള് വെയിറ്റ് ചെയ്യാണ്. What do you do for a living? മറന്നു ഞാൻ. എന്നാ ഞങ്ങൾ നിങ്ങള് കേറിട്ടേ ഉള്ളിൽ കേറുമ്പോ തന്നെ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. കേറി നിക്കാം. ആ അതാ നല്ലേ. അടി കിട്ടു പറഞ്ഞാല് അങ്ങനെ പറഞ്ഞാൽ എന്തായാലും പറയുന്നില്ല. വീട്ടിലെത്തിയ സന്തോഷം കണ്ട. നമ്മൾ ഈ വീട്ടിലത്തെ ബാക്കത്തെ വഴി കൂടെ പോണത്. നമ്മള് പറമ്പിലൂടെ ഒക്കെ പോണത്. പോയിട്ട് കാണാം. അവരവിടെ കേറിയിട്ടുണ്ട്. നമ്മള് വേഗം വരാൻ പറയുന്നു. ഓ ഇതിലൂടെ ഇതിലൂടെ കേറാ. ആ പോട്ടെ. റെഡി? അടുക്കളയാ? തുറക്ക് 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 തുറക്ക്. ആ ഓടി 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 ഓട് ഓട് ഓട്. ഇതാരാ ഇതാരാ? ഞാൻ പറഞ്ഞില്ലേ എമ്മേന്നായിരിക്കും പറയാന്ന്. അസ്സലാമു അലൈക്കും. കൊറേ അല്ല കണ്ടിട്ട്. പ്രതീക്ഷയില്ലല്ലോ തീരെ. ആരും പ്രതീക്ഷയില്ല. നിങ്ങള് പ്രതീക്ഷയില്ലാതെ ഇതെന്താ? ഇത് സേന കൊടുക്കണേ. സോ ഇനി നമ്മളെ പാർട്ട് 2. അതെ, പാർട്ട് 2 നേരെ ഇനി പേരാമ്പ്രക്കാണ്. എന്റെ വീട്ടിലെ സർപ്രൈസിങ് പരിപാടി ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്തത് നമ്മള് ഇപ്പൊ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ വീട്ടിലോട്ടാണ്. അപ്പൊ നമ്മൾ ഏകദേശം വീടിന്റെ അടുത്ത് എത്താനായിക്കണ്. ആരാണ് വീട്ടിലുള്ളത്? ആരാണ് വീട്ടിലുള്ളതെന്നുള്ള ഒരു ഐഡിയ ഇല്ല. നമ്മള് നേരത്തെ അനിയന്റെ അടുത്ത് വെറുതെ മെസ്സേജ് ചെയ്തിരുന്നു എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ പറഞ്ഞിരുന്നു വീട്ടിലാണെന്ന്. അപ്പൊ എന്തായാലും അവര് വീട്ടിലുണ്ട്. ഞാൻ എന്തായാലും ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. വീട്ടിലെത്താനായി. ഓക്കെ, വീട്ടിൽ നേരെ കയറാ. റൗണ്ട് അടിക്കുന്നില്ലേ? നമ്മുടെ വീട്ടില് ലൈറ്റ് ഉണ്ടല്ലോ. ഫുൾ ലൈറ്റ് ഇട്ട് വെച്ചിരിക്കണ്. എല്ലാരും ഉമ്മാരത്തുണ്ട്. പാപ്പയും മാമയും ഉമ്മാരത്തുള്ളത്. ആണോ? നമുക്ക് നേരെ വണ്ടി കയറ്റിട്ട് അവിടെ കയറി ചെല്ലാം. ഒന്നും ചെയ്യാനില്ല, വേറെ ഒന്നും ചെയ്യാനില്ല. അസ്സലാമലൈക്കും.
അടിച്ചു മാറ്റി, വാച്ച് അടിച്ചു മാറ്റിയിരിക്കുകയാണ്. സംശയങ്ങൾ കുടുങ്ങിയില്ല. എനിക്ക് വേണ്ടതാ. ചീറ്റിപ്പോയല്ലേ. നോക്കി ഇങ്ങോട്ട്, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. പേരുള്ളതല്ലേ വേണ്ടേ? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഉണ്ട്, പക്ഷെ എന്റെ പേര് നോക്ക്. എന്റെ പേരൊക്കെ ഉണ്ട്. ഇതാ നമ്മൾ ഇത്രയും ആൾക്കാരെ സർപ്രൈസ് ചെയ്യാൻ സഹായിച്ച ഒരാളുണ്ട് റൈഖാൻക. പുള്ളിക്കാരനെ നമ്മള് സർപ്രൈസ് ചെയ്യാൻ പോവാണ്. പുള്ളിക്കാരനെ അറിയില്ല. അതെ, ഇന്ന് മൂപ്പരെ മീറ്റ് ചെയ്യുന്ന മൂപ്പര് ഒരിക്കലും പ്രതീക്ഷിക്കില്ല. ഇപ്പൊ അവിടെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിപ്പോ വീട്ടിലോട്ട് പോവാണ്. മൂപ്പര് അവിടെ കേറി ഉടനെ തന്നെ നമ്മള് വീട്ടിലോട്ട് കയറാനാണ് പ്ലാൻ. ആദ്യം ആര് കേറുന്നുള്ള സംശയത്തിലാണ്. മിക്കവാറും നിങ്ങളാണ് ആദ്യം എത്തുക. പക്ഷെ ഞങ്ങക്ക് വീട്ടിനുള്ളിൽ കയറാനുള്ള ടൈമൊന്നുമില്ല. അപ്പൊ തന്നെ റേക്കാക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്. വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഓ മൈ ഗോഡ്, വീട്ടിലേക്കുള്ള വഴി എവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മള് വണ്ടി ഉള്ളിലോട്ട് കയറിയാൽ ഞങ്ങക്ക് പിന്നെ ഇവിടുന്ന് ഓടിയിട്ട് അവിടെ വരാം. അപ്പൊ നിക്കണമെന്നില്ല, ഒരു മെസ്സേജ് അയച്ചാൽ മതി വേഗം. താത്താനെ മിസ് കോൾ വന്നിട്ടുണ്ട്. ഒരു വീട്ടിലോട്ട് കയറി നമുക്ക് ഇനി ഓടി പോവാം. ടാക്സിക്കാരുണ്ട്, അവര് പോകാം. നമുക്ക് കയറാം. അതിനപ്പുറത്ത് ഈ ടാക്സി പറപ്പിച്ചു ഞാൻ കണ്ട്. അതെ